Hello, very good morning to all my dear students. ലാസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം കൺസ്യൂമർ സർപ്ലസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു അല്ലേ. കൺസ്യൂമർ സർപ്ലസ് എന്തായിരുന്നു, എന്താ പറഞ്ഞിരുന്നത്? കൺസ്യൂമർ സർപ്ലസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് വി ആർ റെഡി ടു പേ മൈനസ് വാട്ട് വി ആർ ആക്ച്വൽ പേ എന്നുള്ളതാണ് അല്ലേ. നമ്മൾ എത്ര രൂപയാണോ ഒരു സാധനത്തിന് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്, അതിൽ നിന്ന് നമ്മൾ എന്താണോ ആക്ച്വലി കൊടുത്തിട്ടുള്ളത് അത് കുറച്ചാൽ കിട്ടുന്നതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ. ഓർ അല്ലെങ്കിൽ മറ്റേ ഡെഫിനിഷൻ ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് വാട്ട് വി ആർ ആക്ച്വലി പെയ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ എന്തുള്ളത്, അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്താ പറഞ്ഞാൽ, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അങ്ങനെ സംഖ്യാപരമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ 1, 2, 3, 4, 5 എന്നൊക്കെ 5 യൂട്ടിൽസ്, 6 യൂട്ടിൽസ്, 10 യൂട്ടിൽസ് എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഇത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓർ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്നുള്ള. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റിയെ സംഖ്യാപരമായിട്ട് പറയാതെ അല്ലെങ്കിൽ 10 യൂട്ടിലിറ്റി 15 യൂട്ടിലിറ്റി എന്ന് പറയാതെ നമുക്ക് ഓർഡറിൻ്റെ പ്രിഫറൻസ് ബേസ് ഓഫ് പറയുന്നതാണെന്ത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്ജ്വർത്താണ്, ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള എഡ്ജ്വർത്താണ് 1881 ആദ്യം എന്താക്കുന്നത്. പിന്നീട് അതിനെ റിഫൈൻ ചെയ്തിട്ടുള്ളത് പാരറ്റോ, ഇറ്റലിക്കാരനായിട്ടുള്ള പാരറ്റോ എന്നുള്ളതാണ് 1906. അപ്പോൾ എഡ്ജ്വർത്ത് ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻ 1881 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ പാരറ്റോ, ഇറ്റലിക്കാരനായിട്ടുള്ള ഇറ്റാലിയൻ പാരറ്റോ റിഫൈൻ ചെയ്തു 1906. Then Professor J.R. Hicks and R.J.D. Allen in 1934 they given perfection to the concept of ordinal utility approach. So this concept of ordinal utility approach was first introduced by Edgeworth, England in 1881. Then this concept refined by the Italian refined by the Italian economist Pareto in 1906. Then this concept was clearly given perfection given by the Professor J.R. Hicks and R.J.D. Allen in 1934. Utility cannot measured as per their concept. Utility cannot measured cardinally. That means utility cannot be measured in quantitative terms. Consumers can only say whether a good or a combination of goods gets greater or less or equal സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് സംഖ്യാപരമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാർഡിനൽ ബേസിൽ യൂട്ടിലിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല, പറയാൻ സാധിക്കില്ല. യൂട്ടിലിറ്റി നമുക്ക് എങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റും ഒന്നെങ്കിൽ നല്ല ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു, അല്ലെങ്കിൽ ലെസ് സാറ്റിസ്ഫാക്ഷൻ, കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ടൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ഇതാട്ടോ ലഭിച്ചത്. ഇപ്പോൾ ലൈമും ഫ്രഷ് ലൈമും ഒരു അനാറിൻ്റെ ജ്യൂസും കുടിക്കുന്ന സമയത്ത് അനാറിൻ്റെ ജ്യൂസാട്ടോ ഉഷാറായത് എന്ന് കമ്പയർ ചെയ്ത് പറയുന്ന സമയത്ത് വി ഗിവ് പ്രിഫറൻസ്. ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? അനാറിനാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഗിവ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ, അതിനേക്കാളും മോർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് യൂട്ടിലിറ്റി കനോട്ട് മെഷേർഡ് കാർഡിനലി. കൺസ്യൂമേഴ്സ് ക്യാൻ ഓൺലി സേ വെദർ എ ഗുഡ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഗിവ് ഹിം ഗെറ്റർ ലെസ് ഓർ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഒന്നിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു, അല്ലെങ്കിൽ കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. കൺസ്യൂമർ ക്യാൻ സിംപ്ലി റാങ്ക് ദ ഗുഡ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ്. അവരുടെ താല്പര്യത്തിനനുസരിച്ച്. ഇപ്പം നമ്മളൊരു ബൊഫേ സിസ്റ്റത്തിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ബൊഫയിൽ എല്ലാം ഉണ്ടാക്കില്ലേ, ദോശ ഉണ്ടാകും, ചോറുണ്ടാകും, റൈസ് ഐറ്റംസ് ഉണ്ടാകും. ദാറ്റ് മീൻസ് ബിരിയാണി, മന്തി, ഗീ റൈസ്, അങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ടാകും. ദെൻ വേണമെങ്കിൽ അപ്പം ഐറ്റംസ് അല്ലേ, ദോശ, ഇടിയപ്പം, പൊറോട്ട, ആ ലെവലിലുള്ള ഐറ്റംസ് വേറെ ഒന്നുണ്ടാകും. ദെൻ അല്ലെങ്കിൽ കറികൾ, ചിക്കൻ, പല ടൈപ്സ് ഓഫ് പ്രോഡക്ട്സുകൾ നമ്മുടെ മുന്നിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഏതാണോ നമ്മൾ അതേ കാര്യം കഴിക്കുക അല്ലേ. ഫസ്റ്റ് പ്രിഫറൻസ്, ദാറ്റ് മീൻസ്
എന്താണ് നമുക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം നല്ല നോക്കുക, വെള്ളം ഉണ്ടോ എന്ന് നോക്കുള്ളൂ അല്ലേ. ദാറ്റ് മീൻസ് ദാറ്റ് ഗിവ്സ് മോർ പ്രിഫറൻസ്, അതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് പ്രിഫറൻസ് മീൻസ് ദാറ്റ് ഗിവ്സ് മോർ യൂട്ടിലിറ്റി. അത് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കഴിക്കുമ്പോഴായിരിക്കും എന്തുണ്ടാക്കുക, കൂടുതൽ സംതൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമേഴ്സ് ക്യാൻ സിംപ്ലി റാങ്ക് ദ ഗുഡ്സ് ഓർ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇൻ ദി ഓർഡർ ഓഫ് പ്രിഫറൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, അവർക്ക് കണക്കാക്കപ്പെടാം. അപ്പോൾ ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂട്ടിലിറ്റി മെഷേർഡ് ഓൺ ദി ബേസ് ഓഫ് ഓർഡർ ഓഫ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നതാക്കുന്നു, കൺസ്യൂമേഴ്സ് സിംപിളി റാങ്ക് ദി ഗുഡ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു, ഗുഡ്സിന് എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള? എവരി കൺസ്യൂമർ മേക്സ് പർച്ചേസ് ആസ് പെർ ഹിസ് പ്രിഫറൻസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ആളുകളും അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, സാധനം പർച്ചേസ് ചെയ്യുന്നു. ഹി പർച്ചേസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ പ്രിഫേർഡ് ഐറ്റം അറ്റ് ഫസ്റ്റ്. നമ്മളൊരു കടയിൽ പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ 1000 രൂപ ഉണ്ട്. 1000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ഏത് സാധനക്കാരും നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനം ഏതാണോ അതായിരിക്കും ആദ്യം പർച്ചേസ് ചെയ്യുക അല്ലേ. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുള്ളൂ, നോക്കുള്ളൂ. അപ്പോൾ വി ഗിവ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ വി ഗിവ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി പ്രിഫേർഡ് ഐറ്റം, അല്ലെങ്കിൽ വി മോസ്റ്റ് പ്രിഫേർഡ് ഐറ്റം അറ്റ് ഫസ്റ്റ്. നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് ആ സാധനമായിരിക്കും ആദ്യം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഹി മേക്സ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പർച്ചേസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫസ്റ്റ് പ്രിഫറൻസ് ഇതിന്, സെക്കൻഡ് പ്രിഫറൻസ് ഇന്ന സാധനത്തിന്, തേർഡ് പ്രിഫറൻസ് ഇന്ന പ്രോഡക്റ്റിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്നു. സോ ദ ഫസ്റ്റ് ഐറ്റം ഗിവ് മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കമ്പയർഡ് ടു സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് കാരണം ഫസ്റ്റ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന പ്രോഡക്റ്റ് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള പ്രോഡക്റ്റുകൾ അപേക്ഷിച്ചിട്ട് വി ഗിവ് മോർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ വി ഗെറ്റ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ. ദെൻ കമ്പയർഡ് ടു വെൻ വി പർച്ചേസ് ഫസ്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, ദെൻ സെക്കൻഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് എന്തിനെ കമ്പയർ ചെയ്തിട്ട്, തേർഡ് ആൻഡ് ഫോർത്ത് പ്രിഫറൻസിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റിൽ നിന്ന് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നു. ബട്ട് ഇറ്റ് വിൽ ബി ലെസ് കമ്പയർ ടു ഫസ്റ്റ് പ്രോഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, കുറവായിരിക്കും. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തേർഡും ഫോർത്തും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് ഹൈ ആയിട്ടുള്ളത് ലഭിക്കുന്നു. സോ he can purchase all combination of a single list because of his limited income. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റിക്കോണമെന്നില്ല. കാരണം എന്താണ്, നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റഡ് ഇൻകം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ പ്രോഡക്റ്റും വാങ്ങാൻ കഴിയണമെന്നില്ല. ഇഫ് ഓൾ കോമ്പിനേഷൻ ഓഫ് 2 or more goods give him the same level of satisfaction, the consumer gives equal preference to all such combination. ഇതിങ്ങനെ പോകാം. നമുക്ക് എന്ത് ചെയ്യണേ, എല്ലാം ഒരേ വ്യത്യസ്തമായിട്ടുള്ള, നമുക്ക് പറയണം കടയിൽ 1000 രൂപ കയ്യിലുണ്ട്, ഒരു 2-3-4 സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇത് വാങ്ങണം, സെക്കൻഡ് ഇത് വാങ്ങണം, തേർഡ് ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി അതല്ല, നമുക്ക് എല്ലാം ഒരേപോലെ തന്നെയാണ്, ഒന്നും മാറ്റില്ല, എല്ലാത്തിനും കിട്ടുന്ന ഒരേപോലെ സംതൃപ്തിയാണ്, എന്ത് വാങ്ങിയാലും അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കോൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല, എല്ലാം വേണം, എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ സച്ച് കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നു, നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈക്വൽ പ്രിഫറൻസ് ടു ഓൾ സച്ച് കോമ്പിനേഷൻ, എല്ലാ കോമ്പിനേഷനും എന്ത് ചെയ്യുന്നു, ഒരേ പ്രിഫറൻസ് കൊടുക്കേണ്ടി വരുന്നു. ഇൻ സച്ച് സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ consumer doesn't bother about the selection of a particular combination because he gets same utility in all combination. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വേറെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രിഫറൻസിന് എന്ത് ചെയ്യില്ല, നമ്മൾ നോക്കില്ല, എല്ലാം ഒരേപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കടയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കോംബോ ഓഫീസ് നമുക്ക് കാണാൻ പറ്റില്ലേ, 350 രൂപയ്ക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ 150 രൂപയ്ക്ക് ഒരു ചിക്കൻ പീസും, അല്ലെങ്കിൽ ചെറിയൊരു കച്ചപ്പും, ഒരു ചെറിയ 7-Upൻ്റെ ബോട്ടിലും ഗീ റൈസും, അല്ലെങ്കിൽ 150 രൂപയ്ക്ക് മന്തി റൈസും അൽഫാമിൻ്റെ പീസും, എക്സാമ്പിൾസ് പറയട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്, പൊറോട്ടയും, അല്ലെങ്കിൽ ഹാഫ് ക്വാർട്ടർ അൽഫാമും, ഒരു 3 പൊറോട്ടയും, അങ്ങനെ എന്തെങ്കിലും, ഇങ്ങനെ 4-5 എന്താണ് കോമ്പിനേഷൻ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കെല്ലാം ഇഷ്ടമാണ്, ഏതായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിനും ഒരേപോലെ സംതൃപ്തിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒന്നെടുക്കേണ്ടി വരും അല്ലേ. ബിക്കോസ് എന്താണ്, എല്ലാ കോമ്പിനേഷനും നമുക്ക് എന്താണ് ഒരേപോലെ താല്പര്യമുള്ള കാര്യമാണ്, എല്ലാത്തിനും ഒരേപോലെ എന്ത് ചെയ്യുന്നു, യൂട്ടിലിറ്റി ലഭിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ, ഇഫ് ഹീ ചൂസ് വൺ കോമ്പിനേഷൻ ഹീ ഈസ് ഇൻഡിഫറൻറ്റ് അബൌട്ട് അതർ കോമ്പിനേഷൻ, ദിസ് ഈസ് ഇൻഡിഫറൻസ് അനാലിസിസ്. മനസ്സിലായോ? ഇത്തരം സാഹചര്യത്തിൽ നിന്ന് നമ്മളൊന്നെടുക്കും,
മൂന്നായാലും തിരക്കിടും, മൂന്നായാലും പ്രശ്നമില്ല, മൂന്നിനും കിട്ടുന്ന ഒരേപോലെ തന്നെയാണല്ലോ. അപ്പോൾ ഏതായാലും മോശമില്ല അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് നമ്മളോട് പറയണത് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് വി വിൽ സെലക്ട് വൺ, അല്ലെ, അതിൽ നിന്ന് കൂട്ടുന്നത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യും. ദാറ്റ് മീൻസ് വി ഇൻഡിഫറൻഷിയേറ്റ് അതർ ഫ്രം ദിസ് പ്രോഡക്റ്റ്, അല്ലെ, മറ്റുള്ളതിൽ നിന്ന് ഇതിനെന്ത് ചെയ്തു, വ്യത്യാസപ്പെടുത്തി. ഇതിനാണ് എന്താ പറയുക ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിഫറൻറ്റ് ചെയ്തു, മറ്റുള്ള കോമ്പിനേഷനിൽ നിന്ന് ഇതിനെന്ത് ചെയ്തു, ഇൻഡിഫറൻസ് ചെയ്തു, അതിന് ഇൻഡിഫറൻസ് അനാലിസിസ് എന്ന് പറയുന്നു. ദിസ് ക്യാൻ ബി ഷോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കർവ്, സച്ച് കർവ് നോൺ ആസ് ഇൻഡിഫറൻസ് കർവ്. ഇതിന് നമ്മൾ ഒരു കർവ് രൂപത്തിൽ നമ്മൾ വരച്ചുകൊണ്ട് നമ്മൾ കാണിക്കുമ്പോൾ അതിനെന്ത് പറയും, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇൻഡിഫറൻസ് കർവ് ഷോസ് എ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ ഓഫ് 2 or more goods which yield the same level of satisfaction to the consumer. Indifference curve എന്നതാണ് ഷോസ് എ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ എന്ന് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻ കാണിക്കുന്നു. ഇതിൻ്റെ ഓഫ് 2 or more goods, രണ്ടോ അതിലധികമോ സാധനത്തിൻ്റെ വിച്ച് yield the same level of satisfaction to consumer, എന്ത് ചെയ്യുന്നു, ഒരേ ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, നൽകുന്നു. ഇത് എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ നിങ്ങളോട് പറയണത് ഇന്ന് 200 രൂപേൻ്റെ പ്രോഡക്റ്റ്, അല്ലേ, 200 രൂപേൻ്റെ പ്രോഡക്റ്റ് ഒരു സാധനം, ഇപ്പോൾ ഒരു 2 പീസ് മന്തി അല്ലെങ്കിൽ 2 പീസ് അൽഫാം, ഒരു കുറച്ച് റൈസ്, ക്വാർട്ടർ റൈസ്, അല്ലെങ്കിൽ അത് ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഹാഫ് റൈസ് 1 പീസ് മന്തി അത് വേറെ പോർഷൻ ഇത്, അല്ലെങ്കിൽ ഒരു ഫുൾ റൈസ് വിത്ത് എന്ത് ചെയ്യുന്നു, ചെറിയൊരു പീസ്, അല്ലെങ്കിൽ ക്വാർട്ടറിൻ്റെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് അൽഫാം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ സാധനത്തിൻ്റെ കോമ്പിനേഷൻസ് വെച്ച് കൊടുക്കും. നമുക്ക് ഏതായാലും തിരക്കടില്ല എന്നുള്ള കേസിലാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്താണ്. ഇറ്റ് ഈസ് എ ഷെഡ്യൂൾ ഷോവിങ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 or more commodities which yield the same level of satisfaction. ഇത് ടേബിൾ രൂപത്തിൽ വരയ്ക്കുമ്പോൾ അതിനെന്താ ഒരു ഷെഡ്യൂൾ എന്ന് പറയും. നോക്കാം. കോമ്പിനേഷൻ എ, 1 യൂണിറ്റ് ആപ്പിളും 20 യൂണിറ്റ് ഓറഞ്ചും നമുക്ക് ലഭിക്കും, ഫസ്റ്റ് കോമ്പിനേഷൻ. രണ്ടാമത്തെ കോമ്പിനേഷൻ എന്താണ്, 2 യൂണിറ്റ് ആപ്പിൾ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് പറഞ്ഞു, ഓറഞ്ചിൻ്റെ എണ്ണത്തിൽ നിന്ന് കുറവ് വരുത്തി, 15 ഓറഞ്ച്, 5 ഓറഞ്ച് കുറഞ്ഞു. മൂന്നാമത്തെ കോമ്പിനേഷനിലേക്ക് എത്തുമ്പോൾ 3 യൂണിറ്റ് ആപ്പിൾ തരുന്നു, അപ്പോൾ 1 യൂണിറ്റ് അഡീഷണൽ ആപ്പിൾ ചെന്നു എന്ത് ചെയ്യുന്നു, അപ്പോൾ ആപ്പിള് ഓറഞ്ചിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും കുറക്കുന്നു, 11 കിട്ടുന്നു. 4ാമത്തെ യൂണിറ്റ് ആപ്പിൾ തരുന്നു, 4 യൂണിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഒരു കോമ്പിനേഷൻ, 4 യൂണിറ്റ് ആപ്പിളും 8 യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഓറഞ്ചും. 5ാമത്തെ കോമ്പിനേഷൻ 5 യൂണിറ്റ് ആപ്പിളും അതേപോലെ തന്നെ 6 യൂണിറ്റ് ഓറഞ്ചുമാണ്. ദിസ് അബവ് ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ ഷോസ് 5 കോമ്പിനേഷൻ ഓഫ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച്, അല്ലേ. ഈ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 കോമ്പിനേഷൻ, അല്ലേ, ഇതാണ് 5 കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഈ 5 കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നു, ദിസ് കോമ്പിനേഷൻ ഇതിൽ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ. ഈ 5 കോമ്പിനേഷൻ എന്താണ്, ഒരേ ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ത് നൽകുന്നത്, കൺസ്യൂമേഴ്സ് നൽകുന്നത്. ദെർഫോർ എ കൺസ്യൂമർ ക്യാൻ ചൂസ് എനി ഓഫ് ദീസ് ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിന് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷൻ 4-5 എന്താണ്, ഒരേ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന കോൺസെപ്റ്റാണ്. നോക്കാം ഇൻഡിഫറൻസ് കർവ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ. നമ്മൾ പറഞ്ഞു, അല്ലേ, 1 2 3 4 5 ആപ്പിളും ഓറഞ്ചും, യൂണിറ്റ് ഓഫ് ഓറഞ്ച് ഇത് ആപ്പിളാണ്. 1 2 1 2 3 4 5 1 2 3 4 5, അല്ലേ. ഇനി ഇത് നോക്കുന്ന സമയത്ത് ആപ്പിളാണെങ്കിൽ എന്താണ്, ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ 20 15 11 8 6, അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് 20 15 11 8 6 എന്നുള്ളതാണ് എന്ത് സെക്കൻഡ് ആയിട്ടുള്ള ഇത് ഓറഞ്ചും അതേപോലെ തന്നെ ഉണ്ട്. എക്സ് ആക്സിസ് ഇസ് ഓൺ ഓറഞ്ച്, എക്സ് ആക്സിസ് എന്താണ് ഓറഞ്ചാണ്. വൈ ആക്സിസ് ദ ആപ്പിൾ ഈസ് മെഷേർഡ് ഓൺ എക്സ്, ആപ്പിളിലാണ് എന്ത് എക്സ് ആക്സിലും വൈ ആക്സിസിൽ എന്താണ് ഓറഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നു. ഈ വാരിയസ് കോമ്പിനേഷൻ ഓഫ് പ്രോട്ടീൻ ഗ്രാഫ് എന്നിട്ട് നമ്മൾ കോമ്പിനേഷൻ ഇതാക്കണം. അപ്പോൾ ഒരു ആപ്പിൾ ഉണ്ടായ സമയത്ത് എന്താണ് 20 ഓറഞ്ച് നമുക്ക് ലഭിച്ചു. ഒരു ആപ്പിൾ ഉണ്ടായപ്പോൾ 20 ഓറഞ്ച് ലഭിച്ചു. ദെൻ എന്താണ് രണ്ടാമത്തെ കേസിൽ എന്താ വരുന്നത് ഡിഫറൻസ് 2 ഓറഞ്ച് 2 ആപ്പിൾ ലഭിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു 15 ഇത് വരുന്നു 15 തരുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് 5ഉം അതേപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1ഉമായിട്ട് കണക്കാക്കപ്പെടുന്നു അല്ലേ. ഈ ഗ്യാപ്പ് 5ആണ് അല്ലേ. 15ൽ നിന്ന് 20ൽ നിന്ന് 15 ഈ ഗ്യാപ്പ് എന്താണ് 5ൻ്റെ ഗ്യാപ്പുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു 1 2ആയപ്പോൾ 1 ഡിഫറൻസ് വന്നു. ഇത് നോക്കാം എന്താണ് രണ്ടാമത്തെ കേസിൽ 2 ഓറഞ്ചും 2 ആപ്പിളും 15 ഓറഞ്ച്. മൂന്നാമത്തെ കേസിൽ നോക്കാം 3 ആപ്പിൾ ലഭിച്ചു. അതേ സമയത്ത് എന്താണ് 11 എന്ത് ചെയ്യണുള്ളൂ 11 ഓറഞ്ച് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഡിഫറൻസ് എന്താണ് ഇവിടെ 3 വന്നു. 5 4 3 2 1 ഡിഫറൻസ്. മറ്റൊരുത്തൊക്കെ സെയിം ഡിഫറൻസ് തന്നെ വരുന്നു. ഇത് നോക്കിയാൽ മതി ഇത്തരം കേസുകളിൽ എന്താണ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു ലൈന് ലഭിക്കുന്നു. ഇതിനാണ് എന്താ പറയുക ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുക. അപ്പോൾ ഈ കർവാണ് ഇതിങ്ങനെ നമ്മൾ ഇവിടെയുള്ള
ഈ പ്ലോട്ടുകൾ ഈ യൂണിറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു, ഒരു കർവ് ലഭിക്കുന്നു. അതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്ലോട്ടഡ് പോയിന്റ്സ് ആർ ജോയിൻഡ് ഇൻ എ ലൈൻ, ദിസ് ലൈൻ ബിക്കംസ് ഇൻഡിഫറൻസ് കർവ്. ഈ ലൈനാണ് ഇൻഡിഫറൻസ് കർവ് എന്നറിയപ്പെടുന്നത്. ദ പോയിന്റ്സ് എ ബി സി ഡി ഈ കാണുന്നത് പറഞ്ഞു, ഈ പോയിന്റുകളൊക്കെ എന്ത് പറഞ്ഞു, ലോക്കസ് പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദീസ് പോയിന്റ്സ് റെപ്രസെൻറ്റ് ദ 5 കോമ്പിനേഷൻ. ഇതാണ് എന്ത് ചെയ്യുന്നത്, 5 കോമ്പിനേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ എ ബി സി ഡി ഇ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, 5 കോമ്പിനേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വിച്ച് ഗീവ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതെന്ത് 5 കോമ്പിനേഷൻ ഒരേ ലെവലിൽ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, നൽകുന്നു. ഇത് ഇൻഡിഫറൻസ് കർവ് മേ ബി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്, ഐസോ യൂട്ടിലിറ്റി കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ മറ്റൊരു പേരാണെന്ത്, ഐസോ യൂട്ടിലിറ്റി കർവ്. മറ്റൊരു പേരാണ് ഐസോ യൂട്ടിലിറ്റി കർവ്. നോക്കാം അസംഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തൊക്കെയാണെന്നുള്ളത്. ദ കൺസ്യൂമർ ഈസ് റാഷണൽ. കൺസ്യൂമർ എന്തായിരിക്കണം, റാഷണൽ ആയിരിക്കണം, വിവേകബുദ്ധികളായി ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യിക്കുള്ളൂ. കൺസ്യൂമർ പർച്ചേസ് എ ഗ്രൂപ്പ് ഓർ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. കൺസ്യൂമർ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പ് സാധനങ്ങളിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സോ പർച്ചേസ് ചെയ്യണം. കൺസ്യൂമർ ഹാസ് ഫുൾ നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻ. കൺസ്യൂമറിന് കൃത്യമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് എന്തുണ്ടായിരിക്കണം, ഐഡിയ ഉണ്ടായിരിക്കണം, ധാരണ ഉണ്ടായിരിക്കണം. യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് കാർഡിനലി ബട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർഡിനലി. യൂട്ടിലിറ്റി എന്ത് ചെയ്യില്ല, നമുക്ക് കാർഡിനലായിക്കൊണ്ട് എക്സ്പ്രസ് പറയാൻ പറ്റില്ല. അതായത് 10 യൂട്ടിലിറ്റി 15 യൂട്ടിലിറ്റി പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് ഓർഡിനലി പറയാൻ പറ്റും. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, പറയാൻ പറ്റുന്നു. ദെൻ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡസ് നോട്ട് റിമൈൻ കോൺസ്റ്റൻറ്റ്. എന്തായിരിക്കണം, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്തായിരിക്കരുത്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല, അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കണം. ദ കൺസ്യൂമർ ഈസ് കൺസിസ്റ്റൻറ്റ് ഇൻ ഹിസ് ചോയ്സ്. കൺസ്യൂമർ എന്തായിരിക്കണം, അയാൾ ചോയ്സിന് മാറ്റാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റില്ല. അയാൾ എന്തായിരിക്കണം, അയാളുടെ ചോയ്സിൽ എന്തായിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ എ എന്നുള്ള കോമ്പിനേഷൻ എടുത്തു, അല്ലെങ്കിൽ ബി എന്ന കോമ്പിനേഷൻ എടുത്തു, അല്ലെങ്കിൽ സി എന്ന കോമ്പിനേഷൻ എടുത്തു, അല്ലെങ്കിൽ ഡി എന്നുള്ള കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹി നെവർ മേക്സ് ഫ്ലക്ച്വേഷൻ, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് എ പറയാം, അല്ലെങ്കിൽ വേണ്ട അന്ന് ബി ആയിക്കോട്ടെ, പിന്നെ സി ആയിക്കോട്ടെ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന് എന്തായിരിക്കണം, കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് ഇൻഡിഫറൻസ് ആർ transitive. If it means if a consumer prefers A to B, B to C, then A is preferable to C. അല്ലേ, A ആയിരിക്കും എന്ത് ചെയ്യുക, B യേക്കാൾ B to C and A is prefers B. Or if he treats A is equal to B and B is equal to C, has must treat A is equal to C. അല്ലേ, A is equal to B യും B is equal to C ആണെന്നുണ്ടെങ്കിൽ എന്തേ കാരം, അദ്ദേഹത്തിന് എന്തേ കാരം, സ്വാഭാവികമായിട്ടും A is equal to C കാരം. അല്ലേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 × 5 = 10. അല്ലേ, നമ്മൾ പറയും 2 × 5 = 10. 5 + 5 = 10 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 പിന്നെ വേറെയും പറയും 7 + 3 = 10 ആണ്. 3 റിസൾട്ട് എന്താണ്, തുല്യമാണ്. അപ്പോൾ നമുക്ക് പറയാം 2 × 5 = ആണെന്ത്, 7 + 3 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 2 × 5 എന്നാണ് എന്ത്, സെയിം തന്നെയാണെന്ത്, 7 + 3 എന്നുള്ളത്. എന്ന പോലെയാണ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എ പ്രിഫറബിൾ ചെയ്തു, അല്ലെങ്കിൽ എ ഫസ്റ്റ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ എ ഇസ് പ്രിഫറബിൾ ടു സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഫിയർ ട്രീറ്റ്സ് എ = ബി ആണെന്നുണ്ടെങ്കിൽ ബി = സി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് പറയാൻ പറ്റുന്നു, എ = സി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.